ക്രിസ്മസ് കാലം വരവായി. നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും കൊണ്ട് ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ നാട് മുഴുവനും ഒരുങ്ങി നിൽക്കുന്നു. ക്രിസ്മസ് കാലത്ത് എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് കുട്ടികളായ നമ്മിലേക്കും കടന്നു വരുന്ന നമ്മുടെ ഇഷ്ട കഥാപാത്രമാണ് ക്രിസ്മസ് അപ്പൂപ്പൻ അഥവാ സാന്റാക്ലോസ്. അതുകൊണ്ട് ഈ സമയം അദ്ദേഹത്തെക്കുറിച്ചൊന്ന് കേട്ടാലോ കൂട്ടുകാരെ. വിശുദ്ധ നിക്കോളാസ് ആണ് സാന്റാക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3-ാം നൂറ്റാണ്ടിൽ പാതാറ എന്ന ഗ്രീക്ക് വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചത്. സമ്പന്നരായ അവന്റെ മാതാപിതാക്കൾ കൊച്ചു നിക്കോളാസിനെ അടിയുറച്ച ക്രിസ്തീയ വിശ്വാസത്തിലാണ് വളർത്തിയത്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞു. നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്ന യേശുവിന്റെ വാക്കുകൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. തന്റെ സ്വത്ത് മുഴുവൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ച് 19-ാം വയസ്സിൽ അദ്ദേഹം വൈദികനായി. അധികം താമസിയാതെ മീറായിലെ മെത്രാനായി സ്ഥാനമേറ്റു. ദാനശീലവും മറ്റുള്ളവരോടുള്ള കാരുണ്യവും കാണിക്കുന്ന നിക്കോളാസിന്റെ കീർത്തി നാടെങ്ങും പരന്നു. AD 343 ഡിസംബർ 6-ാം തീയതി അദ്ദേഹം മൃതിയടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണദിനം ലോകമെമ്പാടും നിക്കോളാസ് ദിനമായി കൊണ്ടാടുന്നു. ഒരിക്കൽ നിക്കോളാസ് വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. യേശു നടന്ന വഴികളിലൂടെ പോയപ്പോൾ യേശുവിന്റെ ജീവിതാനുഭവങ്ങളാൽ നിക്കോളാസ് നിറഞ്ഞു. തിരിച്ചുള്ള യാത്രയിൽ ശക്തമായ കാറ്റും കോളും മൂലം കപ്പൽ മുങ്ങാറായി. ഈ സമയത്ത് യേശുവിനെ പോലെ ശാന്തത കൈവിടാതെ നിക്കോളാസ് പ്രാർത്ഥിച്ചു. ഉടനെ കടൽ ശാന്തമായി. അന്നു മുതൽ നിക്കോളാസ് നാവികരുടെയും കപ്പൽ യാത്രക്കാരുടെയും മധ്യസ്ഥനായി. കുട്ടികളുടെ പ്രിയങ്കരനായ സാന്റാക്ലോസ് കുട്ടികൾക്ക് സമ്മാനം നൽകാനായി കുതിരപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയ്ക്ക് നൽകാനായി ക്യാരറ്റും വൈക്കോലും കുട്ടികൾ കരുതി വെക്കുന്നു. നമുക്കും സമ്മാനങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോയെ സ്വീകരിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.